മനുഷ്യർക്കൊപ്പമാണ്, മാനവികതക്കൊപ്പമാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു യാത്രയാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയ മഹനീയത. നമുക്കറിയാം, മനുഷ്യർക്കൊപ്പമെന്ന് കാന്തപുരം ഉസ്താദ് പറയുമ്പോൾ നമുക്കറിയാം, എന്നും ഖുർആൻ കൂടുതൽ കൂടുതൽ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് ഏ മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നാ ഖലഖനാകും മിൻ സകറിൻ വ ഉൻസ, നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഹൂബൻ വഖബായില, നിങ്ങളെ ഞാൻ വംശങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചിരിക്കുന്നു. ലിതആറഫു, എന്തിനു വേണ്ടിയാ? ലിതആറഫു, കൃത്യമായും തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം. നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ ഞാൻ ഗോത്രങ്ങളും വംശങ്ങളും ആക്കിയത് കേവലം തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ്. അത് പറയുന്നത് യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഏ ജനങ്ങളെ എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ്. കൃത്യമായി പറഞ്ഞാൽ കാന്തപുരം ഉസ്താദ് മനുഷ്യർക്കൊപ്പം, മാനവികതക്കൊപ്പം, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ഈ നടത്തുന്ന യാത്ര, ഈ വർത്തമാനകാലത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശം, ഈ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായി പ്രാധാന്യമുള്ള ഈ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. കാന്തപുരം ഉസ്താദിന്റെ എല്ലാ അനാരോഗ്യ പ്രശ്നങ്ങളും അവഗണിച്ചുകൊണ്ട് നടത്തുന്ന ഉസ്താദിന്റെ യാത്ര, അത് ജനങ്ങളോട് സംവേദിക്കുന്നത് ഏറ്റവും ഇന്ന് വർത്തമാനകാലത്ത് പ്രസക്തമായ കാര്യമാണ്. ഇവിടെ വർഗീയത പ്രചരിപ്പിക്കുന്നവരോട് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ഇവിടെ കൂടുതൽ ഈ പറയുന്ന രൂപത്തിൽ ആരാധനാലയങ്ങളുടെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുന്നവരോട് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ക്രൂരമായി ഗാസയിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ നിഷ്കാസനം ചെയ്യുമ്പോൾ, അവർ നിഗ്രഹിക്കപ്പെടുമ്പോൾ, അവർ കൂട്ടമായി ആക്രമിക്കപ്പെടുമ്പോൾ, അവർ കൊല ചെയ്യപ്പെടുമ്പോൾ കാന്തപുരം ഉസ്താദ് പറയുന്നു, ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ഇത്രമാത്രം വർത്തമാനകാല പ്രാധാന്യം അതാണ്. അതുകൊണ്ട് തന്നെ എന്നും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന, പ്രത്യേകിച്ചും കാന്തപുരം ഉസ്താദ് ഏത് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കാന്തപുരം ഉസ്താദിനും കേരള മുസ്ലിം ജമാഅത്തിനും പറയാനുള്ളത്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഈ മുദ്രാവാക്യം വർത്തമാനകാലത്ത് പ്രസക്തവും പ്രാധാന്യവും എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഈ മുദ്രാവാക്യങ്ങൾക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് മാനവികത പ്രചരിപ്പിക്കാൻ കേരള മുസ്ലിം ജമാഅത്തിനോടുകൂടി ചേർന്ന് നിൽക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് എന്റെ പിതാവ് എപ്പോഴും പറയാം,